നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പറഞ്ഞ വാക്കുകൾ എടുത്തുകൊണ്ടായിരുന്നു. ഒരു ആരാധനാലയത്തിന്റെ നേർക്കും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള പ്രകോപനമോ ആക്രമണമോ ഉണ്ടായില്ല. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അതാണ് ഉണ്ടായത്. അമൃത്സറിലടക്കം അത്തരത്തിൽ സാമുദായിക സംഘർഷങ്ങൾക്ക് വഴിവെക്കാവുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ പോലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായി. അതിനെയെല്ലാം ഭാരതം വളരെ കൃത്യമായി നേരിട്ടു. അതിൻ്റെ ഫലം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വലിയ വിജയം എന്ന് പറഞ്ഞു വെക്കുകയാണ് വ്യോമിക സിംഗ്. തുടരാം. നിലിമ, പ്രധാനമായും ഇത്തരം വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ വെടിനിർത്തൽ ഇപ്പോൾ പ്രാബല്യത്തിലായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും ഭാരതം ഒരു മതേതര രാഷ്ട്രമാണ് എന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഭാരതം മതേതര രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ഭാരതം ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ സൈനിക വിഭാഗം ഒരു ആക്രമണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും പ്രതിരോധ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഭാരതത്തിൻ്റെ ഭരണഘടനയോട് 100% ധാർമ്മികത പുലർത്താൻ ഈ ഭാരതത്തിൻ്റെ സൈനിക വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ സൈനിക വിഭാഗങ്ങൾ അത്തരം ധാർമ്മികത പുലർത്തുന്നു എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതായത് പാകിസ്ഥാൻ നടത്തുന്ന വലിയ ആരോപണം മുസ്ലിം പള്ളിക്ക് നേരെ ഭാരതത്തിൻ്റെ സൈനിക വിഭാഗം ആയുധങ്ങൾ തൊടുത്തു എന്നുള്ള ആരോപണമാണ് പ്രധാനമായും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെ മുസ്ലിം പള്ളി പൊളിച്ചു എന്ന തരത്തിലുള്ള വ്യാജ ചിത്രങ്ങളടക്കം പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇത് കൂടുതൽ ഭാരതത്തിൽ വർഗീയ സംഘർഷങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത് എന്നതിനപ്പുറത്തേക്ക് ലോകരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളടക്കം ഇപ്പോൾ നിലവിൽ ഭാരതവുമായി സൗഹൃദം പുലർത്തിയിരിക്കുന്ന സൗദി അറേബ്യയും ഖത്തറും അടക്കമുള്ള മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കൂടി ഭാരതത്തിന് എതിരാകണമെന്നുള്ള ചിന്തയിൽ ഉയർന്ന കുബുദ്ധിയാണ് ഇത്. ഈ ഭാരതം ആരാധനാലയങ്ങൾ തകർത്തു എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേസമയം തന്നെ രഘു ആർ നായർ കമാൻഡർ വ്യക്തമാക്കുന്നത് ഭാരതത്തിൻ്റെ പരമാധികാരം കാത്തു സൂക്ഷിക്കുവാനും അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ അതിരുകൾ സംരക്ഷിക്കുവാനുള്ള ബാധ്യത അത് ഭാരതത്തിൻ്റെ സൈനിക വിഭാഗങ്ങൾക്ക് കര, നാവിക, വ്യോമ സൈനിക വിഭാഗങ്ങൾക്കുണ്ട്. സൈനിക വിഭാഗങ്ങൾ അത് തുടർന്നും അത് തന്നെ ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പ്രധാനമായും കേണൽ കമാൻഡറായിട്ടുള്ള രഘു ആർ നായർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് തരത്തിലും, അതായത് ഈ പാകിസ്ഥാന്റെ വ്യാജ പ്രചരണം പൊളിക്കുന്നതിനോടൊപ്പം തന്നെ ഭാരതം ഇനിയും എന്തിനും തയ്യാറാണ് എന്നുള്ള സൂചനകൾ കൂടിയാണ് പാകിസ്ഥാന് നൽകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ തന്നെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ധാരാളമായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും അക്കാര്യങ്ങളൊക്കെ തന്നെ വിവരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതായത് ഈ നിരവധി വ്യാജ വീഡിയോകൾ നമ്മുടെ എയർപോർട്ട്, ജയ്പൂർ എയർപോർട്ട് അടക്കം തകർത്തത് അല്ലെങ്കിൽ അത്തരം ദൃശ്യങ്ങൾ വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് പല രീതിയിലുള്ള വ്യാജ പ്രചരണമായിരുന്നു പാകിസ്ഥാൻ നടത്തിയത്. അതേസമയം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്കിംഗ് വിഭാഗം ഇതെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ച് വ്യാജ വീഡിയോകളാണ് എന്നുള്ളത് കൃത്യമായി സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിരുന്നു. മാത്രമല്ല, നമ്മുടെ റാഫേൽ വിമാനങ്ങളടക്കം ഹിമാലയൻ മലനിരകളിൽ വെടിവെച്ചിട്ടു തുടങ്ങിയ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഭാരതത്തിൻ്റെ സൈനിക വിഭാഗത്തിന് നേരെ നടത്തി. മാത്രമല്ല, ഇത്തരം സൈനിക കേന്ദ്രങ്ങൾ വ്യാപകമായി ആക്രമണം നടത്തി തുടങ്ങിയ ആക്ഷേപങ്ങളായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നത്. ആ ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ അത് നുണകളുടെ ഒരു കൂമ്പാരം മാത്രമാണ് എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ആക്രമണം നടത്തുവാൻ വേണ്ടി പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിന് വ്യക്തമാകുന്നതാണ്. കാരണം ഇതിനോടകം തന്നെ ഈ ഭാരതത്തിൻ്റെ 5 സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഡ്രോണുകളുടെ അവശിഷ്ടങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ജലന്ധർ അടക്കമുള്ള ജനവാസ മേഖലയിൽ പോലും ഈ ഡ്രോണുകൾ അയക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ തയ്യാറായി എന്നുള്ളതാണ്. യുദ്ധത്തിന്റെ സകല ധാർമ്മിക നീതിബോധവും മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ വരുന്ന പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഒരു ഉപാധികളുമില്ലാതെയാണ് വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ്. ഒപ്പം തന്നെ വളരെ കൃത്യമായി സിന്ധു നദീജല കരാറിൽ നമ്മളെടുത്ത നിലപാടുകൾ അതുപോലെ നിലനിൽക്കും എന്ന ഉറച്ച ശബ്ദം വിദേശകാര്യ വകുപ്പിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. അതുതന്നെയാണ് നീലിമ. അതായത് ഉപാധികളൊന്നും തന്നെ ഭാരതം മുന്നോട്ട് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ പാകിസ്ഥാൻ ആണെങ്കിലും മുന്നോട്ട് വെച്ചിട്ടില്ല. അതേസമയം ഭാരതം വ്യക്തമായ നിലപാട് ഇതിനോടകം ആവർത്തിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ തന്നെ അജിത് ഡോവൽ NSA ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അതേപോലെ തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാനും കൂടി നടത്തിയ ചർച്ചയിൽ ഭാരതത്തിൻ്റെ നിലപാട് കൂടുതൽ വ്യക്തമായി പുറത്തേക്ക് വന്നു. അതായത് ഇനി ഏതെങ്കിലും തരത്തിൽ ഭാരതത്തെ ഭീകരവാദികൾ ആക്രമിച്ചാൽ അതൊരു യുദ്ധമായി കണക്കാക്കുമെന്നുള്ള നിലപാടാണ്. അതായത്
പെഹൽഗാമിന് സമാനമായ ഏതെങ്കിലും ആക്രമണം ഇനി ഭാരതത്തിൻ്റെ മണ്ണിൽ ഭാരതത്തിൻ്റെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ വിതയ്ക്കുവാൻ ശ്രമിച്ചാൽ അത്തരം സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ അത് യുദ്ധമാണ് എന്നുള്ള തരത്തിൽ കണ്ടുകൊണ്ട് പാകിസ്ഥാനെ തിരിച്ചടിക്കുമെന്നുള്ളത് തന്നെയാണ് ഭാരതത്തിൻ്റെ നിലപാട്. ഇനി മേലാൽ അത്തരം ഭീകരവാദങ്ങൾ അല്ലെങ്കിൽ നിഴൽ യുദ്ധങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ള താക്കീത് കൂടിയാണ് ഭാരതം നൽകുന്നത് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ പ്രത്യേകമായി ചേർന്ന യോഗം, അതായത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും അതേപോലെ തന്നെ NSAയും അതേപോലെ തന്നെ 3 സൈനിക വിഭാഗങ്ങളുടെ മേധാവിമാരുമായി നടത്തിയ ചർച്ചയിൽ ആ ചർച്ചയിലാണ് ഭാരതത്തിൻ്റെ നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലേക്ക് ആ നിലപാട് അറിയിച്ചത്. പാകിസ്ഥാനെയും ആ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ലഷ്കർ-ഇ തോയ്ബയാണേലും അല്ലെങ്കിൽ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ച അൽ-ഖ്വയ്ദയാണേലും ഇനി ഈ മണ്ണിലേക്ക് ഭീകരവാദവുമായി എത്തിയാൽ അതിനെ യുദ്ധമായി കണക്കാക്കുമെന്നുള്ളതാണ് ഭാരതം നിലപാടെടുത്തിരിക്കുന്നത്.